നമ്മൾ വാങ്ങിയ ആടിന്റെ ബോട്ടിയില്ലേ, ഇത് കണ്ടോ, ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താലോ? എങ്ങനെയാണെന്ന് നോക്കാം, വായോ. ഇത് അവര് നല്ലപോലെ ക്ലീൻ ചെയ്താ വെച്ചേക്കുന്നത്. ഇത് നമ്മൾ പറയുമ്പോ പീസാക്കി തരുവാ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇനിയിപ്പം നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒന്ന് വിനാഗിരിയിലോ ചെറുനാരങ്ങ നീരിലോ ഒന്നും കൂടെ കഴുകിയെടുത്ത് വൃത്തിയാക്കി എടുത്താൽ ഓക്കെ ആയി. അപ്പൊ വാ, നമുക്കതുപോലെ ചെയ്യാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബോട്ടി, ആടിന്റെ ബോട്ടി നമ്മൾ കുക്കറിലേക്ക് ഇട്ടു. അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചിട്ടു, ബാക്കി നമുക്ക് ആവശ്യമുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, ഒരു 1/4 സ്പൂൺ നമ്മുടെ ഗരം മസാല, ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. 8 വിസിൽ വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ. ഇനി നമുക്കിതാ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കാവേ. വേറെ നമ്മൾ പുളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ, തക്കാളി അങ്ങനത്തെ ഒന്നുമില്ല. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. നമ്മള് കുക്കറൊക്കെ അടച്ചു ഒരു 8-9 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ. എന്നിട്ട് നമുക്ക് തുറന്നു നോക്കാം. ആദ്യം ഒന്ന് നല്ല ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് തിളച്ചൊക്കെ വന്നു കഴിയുമ്പോഴത്തെ ആദ്യത്തെ വിസിൽ വന്നു കഴിയുമ്പോൾ സിമ്മിൽ ഇട്ടിട്ട് ഒരു 7-8 വിസിലും കൂടെ അങ്ങോട്ട് വരട്ടെ. പിന്നെ നമ്മളിത് ഒരു സിമ്പിൾ മസാലയാണ്. ചെറിയുള്ളി, ഇഞ്ചി വെളുത്തുള്ളി, കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി. പിന്നെ നമ്മൾ ചേർക്കുന്നത് എന്നാന്നറിയോ, നമ്മുടെ ആനിയമ്മയുടെ കാന്താരിപ്പൊടിയിലാണ് നമ്മളിത് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പൊ നല്ല സ്പൈസി ആയിരിക്കും. അപ്പൊ കുരുമുളകും കുറച്ചുകൊണ്ട് കാന്താരിപ്പൊടി ഇട്ട് നല്ലൊരു അടിപൊളിയായിട്ട് എടുക്കാവേ. അപ്പം ഇതൊന്ന് വേഗട്ടെ. ബോട്ട് റെഡി ആകുമ്പോഴത്തേനും ഒരു മസാല റെഡിയാക്കണ്ടേ. ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചെറിയുള്ളി, ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് വഴച്ചെടുക്കാം. പാൻ ചൂടായപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് ബോട്ടിയേ ഉള്ളൂ, അതുകൊണ്ടാണ് ഒരു 200 ഗ്രാം ചെറിയുള്ളിയൊക്കെ എടുത്തത്. കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചെറിയുള്ളി കൂട്ടണം. സവോളയും കൂട്ടാം കേട്ടോ. ഇതാണ് ഒന്നും കൂടെ ടേസ്റ്റ്. അരിയണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചെറിയുള്ളിയൊക്കെ ഇത്രയും ഒന്ന് ചുമക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ബാക്കി ഉണ്ടായിരുന്ന ഇട്ട് കൊടുത്തു. ഇനി ഇതിന്റെ പച്ചച്ചുവയൊന്നും മാറട്ടെ. എന്നിട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവേ. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി. നമ്മൾ ഇതിനകത്ത് മെയിനായിട്ടും ചേർക്കുന്നത് കാന്താരിപ്പൊടിയാണ്. കുറച്ച് മല്ലിപ്പൊടിയെ, ലീഫി കേരള ആനിയമ്മയുടെ കാന്താരിപ്പൊടി. ഇത് വേണ്ടിയവര് വിളിച്ചാൽ മതി, അവള് നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. ഇതെല്ലാ കറിക്കും നമുക്ക് പറ്റുവേ. ഇതിപ്പോ ഇച്ചിരി മറ്റു പൊടികളെല്ലാം നമുക്ക് കുറച്ചിട്ട് കാന്താരിയിലാണ് നമ്മൾ ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത് കേട്ടോ, കാന്താരിപ്പൊടിയില്. അപ്പം ഇതാ, ഇനി ഇതും ഒന്ന് പച്ചച്ചവ മാറുന്നവരെ ഒന്ന് മൂത്തോട്ടെ. നമ്മുടെ ബോട്ടി ഒന്ന് നോക്കുകയും വേണം. ഞാൻ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്തായി നമുക്കൊന്ന് തുറന്നു നോക്കണം. 8 അല്ല കേട്ടോ, ഒരു 12 വിസിൽ അടിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇതൊന്ന് സോഫ്റ്റ് ആയത്. അപ്പൊ നമുക്ക് തുറന്നു നോക്കാം. ഇടയ്ക്ക് ഞാനൊരു 8 വിസിൽ കഴിഞ്ഞ് തുറന്നു നോക്കിയായിരുന്നു. തുറന്നു നോക്കാം. ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മസാലക്കകത്തോട്ട് ഇട്ട് വരട്ടി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ബോട്ടി ഇതിനകത്തോട്ട് അങ്ങ് ഇടാവേ. ഇത് നന്നായിട്ട് അങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. ഉപ്പൊക്കെ ഒന്ന് നോക്കണേ. ആയി വരുന്നതേ ഉള്ളൂ. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാവേ. ഇച്ചിരി എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം ഇത് നല്ലപോലെ ഇങ്ങനെ ഫ്രൈ ആയി വരാനേ. ഇത് കിട്ടുന്ന എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല കാന്താരി മുളകിലുള്ള ഒരു ഫ്രൈ ആണ്, നല്ല ടേസ്റ്റുമാണ്. ഇതിങ്ങനെ ഇരുന്ന് നല്ലപോലെ കറക്കണേ. എനിക്കിന്നേ കോഴിക്കോട് ഒരു കല്യാണത്തിന് പോകുന്നുണ്ട്. അപ്പൊ ഞാന് ഇതിങ്ങനെ കറുപ്പിക്കാൻ ലീലാമ്മേനെ ഏൽപ്പിക്കും. ലീലാമ്മ ഇതിങ്ങനെ വരട്ടി കറുപ്പിക്കും. അപ്പോഴത്തേനും ഞാൻ ഒരുങ്ങി വരുവേ. എന്നിട്ട് ലാസ്റ്റ് ഇതിന്റെ ഫൈനൽ ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. ഇത് ഇരുന്നിങ്ങനെ ചെറു തീയില് നല്ല പോലെ കറുത്ത് വരട്ടെ. ഇവിടെ ബോട്ടി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ടോ. പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാവേ. ഈ കാന്താരി ഇട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാലില്ലേ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയോ, സൂപ്പർ ടേസ്റ്റ് ആണ്. ഇച്ചിരി കൂടെ ഇനിയിപ്പൊ ഡ്രൈ ആകണമെന്നുള്ളവര് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഇച്ചിരി ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ എടുത്താണ്. ചെറിയുള്ളിയാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. നല്ല അടിപൊളി ഒരു ബോട്ടി ഫ്രൈ ആണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. കാന്താരിയാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ. എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പം ഞാനും കല്യാണത്തിന് വേണ്ടി റെഡിയായി. ഇനി ഒരു ഷാളും കൂടെ എടുത്തിട്ടാ നമ്മൾ സെറ്റായി. ഇതിന്റെ ഇടയിൽ കൂടെ അതും റെഡിയായി കേട്ടോ. അപ്പം നോക്കി കപ്പയും കൂടെ ഉണ്ടെങ്കിൽ പൊളിക്കും. നല്ല എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ.